എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഒരു മധുരം തന്നെ തയ്യാറാക്കിയാലോ. ക്യാരറ്റ് പുഡിംഗാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ക്യാരറ്റ് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ക്യാരറ്റ് ആണ്, നോർത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ക്യാരറ്റ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇപ്പോൾ 2 വലിയ ക്യാരറ്റും 3 ചെറുതാണ് എടുത്തിരിക്കുന്നത്. അതായത് 3 വലിയ ക്യാരറ്റ് എന്നുള്ളൊരു അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം, അപ്പോഴായിരിക്കും നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റിന് കുറച്ച് മധുരരസം കൂടുതലുണ്ടായിരിക്കും, അതാണ് ആ ഒരു പ്രത്യേകത. പിന്നെ കളറും വ്യത്യാസമാണല്ലോ മറ്റേ ക്യാരറ്റ് വെച്ച് നോക്കുമ്പോൾ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. സ്വീറ്റ്സൊക്കെ സാധാരണ ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടാണല്ലോ കൂടുതലുണ്ടാക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഒരു ക്യാരറ്റ് അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. തിന്നായിട്ട് സ്ലൈസ് എടുത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടും. നല്ല കനം കുറച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാനിനിപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു ക്യാരറ്റ് കണ്ടോ ഇതുപോലെ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടായിലല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതുള്ളൂ. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് 2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. അതായത് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് മുങ്ങിക്കെടുക്കണം, ആ ഒരു രീതിയിൽ തന്നെ വരണം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോഴേക്കും പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണ്ട. ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടോ, ക്യാരറ്റ് ഒരു പകുതിയോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവില് കപ്പലണ്ടി വറുത്തത് ചേർത്ത് കൊടുക്കുക. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കണത്. വറുത്ത കപ്പലണ്ടി തന്നെ ചേർക്കാം കേട്ടോ. അത് നിർബന്ധം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും ഈ ഒരു പുഡിങ്ങിന്. ഇനിയിപ്പോൾ ഈ കപ്പലണ്ടിയും കൂടിയും ഒന്ന് ഇതിൽ കിടന്നൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം കണ്ടോ, ഈ ഒരു ക്യാരറ്റും കപ്പലണ്ടിയും ഒക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് തന്നെ ഞാൻ കാണിക്കാം. ഒരു പീസ് ക്യാരറ്റ് എടുത്തിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്, പാലും പഞ്ചസാര ഉപയോഗിച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം എളുപ്പത്തിൽ. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രമാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കിയിട്ട്, മധുരം നോക്കിയിട്ട് തന്നെ ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടെ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. അതായത് തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ട്. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും നമുക്കിത് കിട്ടുക കേട്ടോ. ഞാനിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്യാരറ്റിനൊക്കെ അനുസരിച്ച് കളറിൽ വ്യത്യാസം ഉണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഇത് വേണ്ടത് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ആവശ്യമുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് 8 ഗ്രാം ചൈന ഗ്രാസിന് എടുക്കണത്.
അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് കേട്ടോ. ഇതിൽ നിന്ന് 8 ഗ്രാം മാത്രം നമുക്ക് എടുത്താൽ മതിയാവും. ഇതാ ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 കപ്പോളം അളവിൽ വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജലാറ്റിൻ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ജലാറ്റിനൊക്കെ ആണെങ്കിൽ ഒരു 10 ഗ്രാമൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കുകയോ തിളപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഇതിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ചൂടുള്ള ഈ ഒരു മിക്സിലേക്കായിരിക്കും നമ്മൾ ചൂടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് കണ്ടോ, അതും ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഒന്നത് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ ഉരുക്കിയെടുക്കാവുന്നതുള്ളൂ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചൂടായിട്ടുള്ള ക്യാരറ്റ് മിക്സിലേക്ക് നമുക്ക് ഈ ചൈന ഗ്രാസ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ തരികളൊക്കെ പോലെ ഇതിലേക്ക് എടുക്കണ്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ നന്നായിട്ട് വരില്ല. നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ മാക്സിമം ഇതിലേക്ക് തന്നെ വന്നോളും. എന്നിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പേ കൂടെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തരികളൊന്നും തീരെ ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ ഈ ഒരു ചൈന ഗ്രാസും ഈ ഒരു ക്യാരറ്റ് മിക്സും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പുള്ള ബട്ടർ അല്ല നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കണമെന്ന്. ഒന്നും കൂടി ഈ ഒരു പുഡിങ് കാണാനൊരു ഗ്ലോസിയൊക്കെ ആയിട്ട് വരും ഇതുപോലെ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഒരു ബട്ടർ ഒന്ന് ഉരുക്കി വന്നോട്ടെ. മധുരം നോക്കാട്ടോ, മധുരം പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പൊക്കെ വരെ നമ്മുടെ മധുരത്തിനനുസരിച്ചൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ പുഡിങ് ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ, എന്നാലല്ലേ ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് തണുത്ത് വരുമ്പോൾ മധുരം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കി വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസ് ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടും അല്ല, നല്ലൊരു ഞട്ടി ഫ്ലേവർ വരും കപ്പലണ്ടി ചേർത്ത് കൊടുക്കുമ്പോൾ. ക്യാരറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുവരും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു പുഡിംഗ് മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പുഡിംഗ് ട്രേയിലോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഒരുപാട് അളവൊന്നുമില്ല. മുഴുവനായിട്ട് ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് വരട്ടെ. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ. അതിനുശേഷം പിന്നെ നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ അടച്ചു വയ്ക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് കണ്ടോ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ എങ്ങനെയാണ്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ അരികുകളിലൊന്ന് വിടിയിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. 4 ഭാഗം ഒന്ന് വിടിയിക്കാം. ഞാനിതുപോലെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്.
അപ്പോൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത്. അടിപൊളിയായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. കണ്ടില്ലേ, ശരിക്കും നല്ല ഫ്ലഫി തന്നെയാണിത്. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റ് പുഡിങ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാ ഒരു പീസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും നല്ല ടേസ്റ്റിയാണ്. ആ ഒരു കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ്സ് ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കണ്ടില്ലേ, നല്ല എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ട് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.